ഞാൻ ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും ഉറപ്പായിട്ടും. ഒരാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടേണ്ടത് കോടതിയിലാണ്, അല്ലാതെ മീഡിയാസ് അല്ല തീരുമാനിക്കേണ്ടത്. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ഇപ്പോൾ കോർപ്പറേഷൻ അതിർത്തിയിൽ ഇപ്പോഴും LDF തന്നെയാണ്. ഹായ് ഒരുവൻ, ഇവറ്റകൾക്കുള്ള മറുപടി ഞാനിപ്പോൾ കൊടുക്കാം. പിണറായി വിജയനും ഈ പറയുന്ന റിണിക്കുള്ള ചുട്ട മറുപടി ഞാനിപ്പോൾ കൊടുക്കാം. അതിനു മുമ്പ് നമുക്ക് കിട്ടുന്ന വിവരം, രാഹുലും VD സതീശനും ഏകദേശം 45 മിനിറ്റോളം ഫോണിൽ സംസാരിച്ചു. ചർച്ച ചെയ്തത് 1 രാഹുലിൻ്റെ കേസും 2 പാലക്കാടിലെ സീറ്റ് വിഷയവുമാണ്. ഓക്കെ, എന്താണ് അവർ സംസാരിച്ചത് ആ കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിനു മുമ്പ് റിണിയോടൊരു കാര്യം പറയുകയാണ്. റിണി പറയുന്ന കാര്യം ഞാനിപ്പോൾ സൈഡിൽ വെളിത്തരാം. റിണിയോടൊരു കാര്യം ആദ്യം പറയുകയാണ്. നാണമുണ്ടോടി നിനക്ക്? നീ കാരണമല്ലേ നമ്മുടെ രാഹുൽ ഇല്ലാതായത്? നീ ഒറ്റൊരുത്തി കാരണമാണ് രാഹുലിന് ഇങ്ങനൊരു ഗതികേട് വരാൻ. ഓക്കെ, അതിന് ശേഷം ഇവളെ നമ്മൾ വിജയിപ്പിക്കണത്രേ. പാലക്കാടിൽ നീ CPM-ന്റെ സ്ഥാനാർത്ഥിയായാലും BJP-ന്റെ സ്ഥാനാർത്ഥിയായാലും 1000 വോട്ട് പോലും നീ തികക്കില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തുകയാണ്. അതായത് CPM ഇവളെ മത്സരിച്ചാൽ പോലും ജനങ്ങൾ വോട്ടിടില്ല. ഇവൾ ചെയ്ത ക്രൂരതക്ക് ദൈവം ഇവൾക്ക് ശിക്ഷ കൊടുക്കുമെന്ന് ഞാൻ പറയുകയാണ്. ഒരുപക്ഷെ CPM ഇവളെ വോട്ട് നിർത്താനടക്കം സാധ്യതയുണ്ട് പാലക്കാടിൽ. നിർത്തിയാൽ CPM-കാരാ ചരിത്രത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു തോൽവി നിങ്ങൾ തോക്കും. 1000 വോട്ട് പോലും ഇവൾക്ക് കിട്ടുന്നത് ഡൗട്ട് ചെയ്യാന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഓക്കെ, കുറേ വിവാദമൊക്കെ ആവുന്നതാണ് ഇങ്ങനത്തെ കോണ്ടന്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു യുവതി പറയുന്ന കാര്യം, അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനെ കുറിച്ച് ഒരു യുവതി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേൾക്കാം. അതിനുശേഷം എന്താണ് ഫോണിൽ സംസാരിച്ചത് രാഹുലും നമ്മുടെ VD സതീശനും എല്ലാം ഞാൻ ഒന്നൊന്നായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഒരാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടേണ്ടത് കോടതിയിലാണ്, അല്ലാതെ മീഡിയാസ് അല്ല തീരുമാനിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിൽ കണ്ട് വിക്ടിമാക്കപ്പെട്ട സ്ത്രീ എന്ന്. ഈ വിക്ടിം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കുക. വിക്ടിം എന്ന് പറഞ്ഞാൽ ഇരയാക്കപ്പെട്ട സ്ത്രീ എന്നാണ്. ഇതിപ്പോ പീഡന കേസാണെന്നുണ്ടെങ്കിൽ പീഡനത്തിൽ ഇരയാക്കപ്പെട്ട സ്ത്രീ എങ്ങനെയാണ് സ്വന്തം ഇഷ്ടത്തിൽ അത് വേണ്ടാന്ന് തോന്നി, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള തീരുമാനങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോഴത്തേക്കും ഒരാൾ ഇരയാക്കപ്പെട്ട ആളാകുന്നത്? 100% ശരിയല്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഞാനും ഒരു പെണ്ണും ശാരീരികമായി ബന്ധപ്പെടുന്നു അവരുടെ ഇഷ്ടപ്രകാരം. അങ്ങനെ ബന്ധപ്പെട്ടിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ? ഈ വീഡിയോ അതിജീവിതന്മാർ കാണുന്നുണ്ടെങ്കിൽ അവർ ഒന്ന് ചിന്തിക്കണം. സ്വയം ചിന്തിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മാപ്പ് പറയണമെന്ന്, അതായത് നമ്മുടെ രാഹുലിനോട് ഇവറ്റകൾ മാപ്പ് പറയണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. രാഷ്ട്രീയപരമായിട്ട് യങ്സ്റ്റേഴ്സിനിടയിൽ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടം. ഫാമിലി ആയിട്ട് ഇന്ന് ന്യൂസ് ചാനൽ വെച്ചിട്ട് അയാളുടെ ഒരു വാർത്ത കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്ത് തന്നെ ആയിക്കോട്ടെ, അയാൾ തെറ്റ് ചെയ്തെങ്കിൽ അയാൾ കോടതി ശിക്ഷിച്ചോട്ടെ. അതിന് നിങ്ങൾ ഡെയിലി ഇപ്പൊ കുട്ടിക്ക് ഇത്ര മാസമായി, കുട്ടിക്ക് ഇപ്പൊ ഇത്ര വളർച്ചയായി, ഇതാണ് ഇപ്പോഴത്തെ സ്കാനിങ് റിപ്പോർട്ട്, ഇതൊക്കെ മാത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂസ് ചാനലുകൾ ഇത്രത്തോളം അതിൽ കിടന്നത് പരതുന്നതിന് മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് അരുൺകുമാറാണ്, മൊട്ടയാണ്. അതായത് ഇഷ്ടം പോലെ പൈസ മേടിച്ചിട്ട് മൊട്ട വാർത്ത കൊടുക്കുകയാണ്. ഇതൊക്കെ കാരണം, അതായത് രാഹുലിന് ഇത്രയധികം ഡീഗ്രേഡ് വരാനുള്ള കാരണം മൊട്ട ഒറ്റൊരുത്തനാണ്. ഇതെങ്ങനെ നിങ്ങൾ പറയപ്പോൾ 24 വാർത്ത കൊടുത്തില്ലേ, ഏഷ്യാനെറ്റ് വാർത്ത കൊടുത്തില്ലേ, മൊട്ട മാത്രം എങ്ങനെയാണ് പ്രതിയാവുന്നതെന്നല്ലേ? ആദ്യം വാർത്ത കൊടുക്കുന്നത് റിപ്പോർട്ടറാണ്. ഓക്കെ, റിപ്പോർട്ടർ രാഹുലിനെ കുറിച്ച് ഇങ്ങനെ വിമർശിക്കുമ്പോൾ നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ വേറെയുള്ള ഏഷ്യാനെറ്റും 24ഉം ഒക്കെ റിപ്പോർട്ടറിനെ കണ്ടാണ് പഠിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് എല്ലാ ന്യൂസ് ലൈവിൽ അധികം വ്യൂസ് കിട്ടുന്നത് ഈ പറയുന്ന റിപ്പോർട്ടറിനാണ്, മൊട്ടക്കാണ്. കാരണം കള്ളവാർത്ത കൊടുക്കുന്നവർക്കാണ് ഇപ്പോൾ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, സത്യസന്ധന്മാർക്ക് ആരും കൊടുക്കുന്നില്ല. അപ്പോൾ മൊട്ടയാണ് എല്ലാത്തിനും കാരണക്കാരൻ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഈ ഒരു കേസിൽ മാത്രമല്ല, ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെട്ട് അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം വന്നു കഴിയുമ്പോഴത്തേക്കിനും പെണ്ണങ്ങ് ഇരയായിട്ട് സേഫായിട്ട് അതിജീവിതയായിട്ട് മാറുകയും പുരുഷൻ അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഒരു റേപ്പിസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ കേസിൽ ആരുടെ ഭാഗത്ത് ന്യായമായിക്കോട്ടെ, പൊതുവേ ഉള്ള കാര്യം പറഞ്ഞതാണ്. ആണിനും പെണ്ണിനും തുല്യ അവകാശം ഉണ്ടാവുക എന്നുള്ളതാണ് നീതി. നമുക്ക് സ്ത്രീകൾക്ക് കിട്ടിയിട്ടുള്ള സംഭരണങ്ങളായിക്കോട്ടെ, സ്ത്രീകൾക്ക് കിട്ടിയിട്ടുള്ള നിയമവ്യവസ്ഥകളായിക്കോട്ടെ, ഇതൊക്കെ ദുരുപയോഗം ചെയ്യാനുള്ളതല്ല. നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും നമ്മളുടെ നീതി, ഈക്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ പുരുഷനായി ജനിച്ചു പോയതിന്റെ പേരിൽ എല്ലാ പുരുഷന്മാരെ എടുത്തിട്ട് തെക്കോട്ടും വടക്കോട്ടും ഇട്ട് അലക്കി കളിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല. ഈ പെൺകുട്ടിക്ക് എന്ത് നല്ല വിവരമല്ലേ? അതായത് പൈസയ്ക്ക് വേണ്ടി എന്തിനാണ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്? ഒരു കാര്യം പറയുകയാണ്, ഇപ്പോൾ CPM ഒരു പെണ്ണിനോട് പോയി പറയുകയാണ് 10 ലക്ഷം തരാം, ഒരുത്തനെതിരെ അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു കേസ് കൊടുക്കൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേര് വരുന്നില്ല, അഡ്രസ്സ് വരുന്നില്ല, 10 ലക്ഷം കിട്ടിയല്ലോ, അങ്ങനെ വിചാരിച്ച് കേസ് കൊടുക്കുകയാണ്. സ്ത്രീകളുടെ പേരൊന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് മുതലാക്കുകയാണ്.
എന്താ അല്ലേ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. രാഷ്ട്രീയം പറയുമല്ല, ഇന്നാട്ടിൽ പട്ടിണി വന്നു കഴിഞ്ഞാൽ അയൽനാട്ടിൽ പോയി തെണ്ടിയിട്ടാണെങ്കിലും നമുക്ക് റേഷൻ കൊണ്ട് തന്നിട്ടുള്ള ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അങ്ങേര് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ജീവിച്ചിരുന്ന സമയത്ത് പലരും അദ്ദേഹത്തെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും കള്ളത്തരമായിരുന്നു എന്ന് സമൂഹം അറിയുന്നത്. മരണശേഷമോ അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കിയതിനു ശേഷമോ ഒന്നും ഒരു കാര്യവും തെളിയിക്കപ്പെടുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ആണായാലും പെണ്ണായാലും തെറ്റ് ചെയ്തവരെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. പുരുഷനായി പോയതിന്റെ പേരിൽ അവനൊരു റേപ്പിസ്റ്റ് ആണെന്ന് മുദ്രകുത്തുകയും സ്ത്രീയായി പോയതിന്റെ പേരിൽ അവളൊരു അതിജീവിതയാണെന്ന് മുദ്രകുത്തുകയും ചെയ്യുന്നത് മാറ്റി നിർത്തി ഒരു മനുഷ്യനെ മനുഷ്യനായി ട്രീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹവും രാഷ്ട്രീയ വ്യവസ്ഥയും നിയമവ്യവസ്ഥയും മാറട്ടെ. അതെ, 100% ശരിയാണ്. അതായത് ഒരു കള്ള ആരോപണം വരുമ്പോൾ രണ്ട് സൈഡും കേൾക്കണം. കള്ളമെന്ന് ഞാൻ പറയുന്നത്, ഒരു ആരോപണം വരുമ്പോൾ ഒരു സ്ത്രീ ഒരു ആരോപണം പറയുമ്പോൾ ആർക്കെതിരെ ആയാലും വരുമ്പോൾ അതിൻ്റെ രണ്ട് പക്ഷം കൂടി കേൾക്കണം. അല്ലാതെ നമ്മൾ ഇപ്പോൾ എനിക്കെതിരെ ഒരു പെണ്ണ് പരാതി കൊടുത്താൽ എന്നെ മാത്രമല്ല കുറ്റക്കാരനാക്കുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ടോ, എന്താണ് സംഭവം, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നടക്കാനുള്ള കാരണം, അതൊക്കെ പഠിച്ചിട്ട് നമ്മൾ രണ്ട് ഭാഗമല്ലേ വാർത്ത കൊടുക്കേണ്ടത്. ഇവിടെ നോക്കുക, ആ പെൺകുട്ടി അതിജീവിതയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് OMR നായ്ക്കൾ ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത്? ഇതൊക്കെ ആദ്യം മുട്ടയെ തൂക്കി കൊല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പിണറായി വിജയനുള്ള മറുപടി കൊടുക്കാം. അതിനു മുമ്പ് എന്താണ് നമ്മുടെ രാഹുലും VD സതീശനും തമ്മിൽ സംസാരിച്ചത്? ഏകദേശം 45 മിനിറ്റോളം സംസാരിച്ചു. അവിടുത്തെ ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വിവരമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. ആദ്യം തന്നെ VD സതീശൻ പറഞ്ഞത്, സോറി രാഹുലേ, അതായത് കോൺഗ്രസിൻ്റെ സീറ്റ്, ഞങ്ങൾ നിനക്ക് സീറ്റ് തന്ന ഒരു MLA ആയി ആ സീറ്റ് ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, നീ തരണം. നീ അതായത് കുറ്റക്കാരന് അല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഞങ്ങൾ തിരിച്ചിട്ട് നീ എന്താണോ നിലവിലുള്ളത് അതേ സ്ഥാനം, അതായത് സംസ്ഥാന പ്രസിഡൻറ്റും തരാം. ഇനി ഏതെങ്കിലും ഒരു ഇലക്ഷൻ വരികയാണെങ്കിൽ, അതായത് ബൈ ഇലക്ഷനൊക്കെ വരാൻ സാധ്യത ഉണ്ടല്ലോ ഇപ്പോൾ MP മാരൊക്കെ മത്സരിച്ച് കഴിഞ്ഞാലൊക്കെ, അപ്പോൾ അങ്ങനെ നിനക്ക് സീറ്റ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലിനെ സമാധാനിപ്പിച്ചിട്ടാണ് ഈ പറയുന്ന VD സതീശനും രാഹുലും സംസാരിച്ചത്. അപ്പോൾ രാഹുൽ പ്രധാനമായും പറഞ്ഞത്, എനിക്ക് അധികാരം വേണ്ട, അധികാരം ഞാൻ മോഹിച്ചിട്ട് പോലുമില്ല, പക്ഷേ നിരപരാധിയാണ്, എൻ്റെ ഭാഗത്ത് തെറ്റില്ല, അത് തെളിയിക്കാൻ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെന്നാണ് രാഹുൽ VD സതീശനോട് പറഞ്ഞത്. അല്ലാതെ എന്നെ MLA MP എനിക്ക് അങ്ങനെ ഒന്നും വേണ്ട. 4 ആൾക്കാർ മുന്നിൽ എന്നെ സ്നേഹിക്കുന്ന 4 ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് ഞാൻ തെറ്റുകാരനാണെന്ന്. 23-കാരി അങ്ങനെ ഒരു പെണ്ണില്ല. ആദ്യത്തെ കേസ് എനിക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതായത് വീട്ടിലൊരു ഭർത്താവുള്ള കാര്യം എന്നോട് പറയാതെ എന്നെ പ്രണയിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാഹുൽ VD സതീശനോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ തമ്മിൽ സംസാരിച്ചത്. എന്തായാലും നമ്മുടെ രാഹുലിന് എന്തായാലും സീറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കൂല. പക്ഷേ രാഹുൽ നിരപരാധി എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാത്ത അങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്ഥാന പ്രസിഡന്റ് രാഹുലാവും. രാഹുലിന് അതിനുശേഷം ഉന്നതമായ സീറ്റും കൊടുക്കുമെന്നാണ് VD സതീശൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പിണറായി വിജയൻ പറഞ്ഞത്? അതിനു മുമ്പ് VD സതീശൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ക്രിസ്മസ് ആണ്, ഇന്ത്യ വ്യാപകം സംഘികൾ ആക്രമിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ VD സതീശൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, അത് കൊള്ളേണ്ടവർക്ക് കൊള്ളുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുക. 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം മനുഷ്യരാശിക്ക് നൽകിയ സമ്മാനമാണ് യേശുക്രിസ്തു. ആ ഉണ്ണിയേശുവിൻ്റെ പിറവിയെ ഓർമ്മിപ്പിക്കുന്നതാണ് ക്രിസ്മസ് ആഘോഷം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സമ്മാനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പരസ്പരം സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും സന്ദേശം പങ്കുവെച്ചുകൊണ്ടും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എല്ലാവരും സമാധാനത്തോടുകൂടി ജീവിക്കുക എന്നതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. അചഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കുക, അതിൽ ഉള്ള ആത്മവിശ്വാസമാണ് ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഷ്മളമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. കൃഷ്ണകുമാർ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് പാവപ്പെട്ട ക്രിസ്ത്യാനികൾ കള്ളു കുടിച്ചാണ് വന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിച്ചതെന്ന്. നാണവും മാനവും ഇല്ലാത്തവൻ. ഒരു 5 മിനിറ്റെങ്കിലും ചെയ്ത തെറ്റ്, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റായി, അവർ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം, അവർ തെറ്റ് ചെയ്തു, അങ്ങനെ കൃഷ്ണകുമാർ പറഞ്ഞില്ല. അവരെ ന്യായീകരിക്കുകയാണ്. നാണവും മാനവും ഇല്ലാത്തവൻ. അവനൊക്കെ നിങ്ങളുടെ ക്രിസ്ത്യാനികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവനൊക്കെ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ചെരുപ്പെടുത്ത് അടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും അക്രമത്തിന് എന്തിനു വേണം ഒരു പാവപ്പെട്ട മനുഷ്യനെ ബംഗാളി എന്ന് പറഞ്ഞ് കൊന്നില്ല, അതിനെയും കൃഷ്ണകുമാറും സംഘവും ന്യായീകരിക്കുകയാണ്. എന്താ അല്ലേ സത്യം പറഞ്ഞാൽ, ഇവർ മനുഷ്യന്മാരാണോ? ഇവർക്ക് വിദ്യാഭ്യാസമില്ലേ? ഇവരൊക്കെ നാളെ മന്ത്രിമാരും വലിയ വലിയ വോട്ടിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്താവും? കൃഷ്ണകുമാർ വലിയ വിഷം കൊള്ളിയാണ്. സുരേന്ദ്രനേക്കാളും വലിയ ഡേഞ്ചർ കൃഷ്ണകുമാറാണ്. ഓക്കെ, നമുക്ക് ഇതിന് പിണറായിക്കുള്ള മറുപടി കൊടുക്കാം. ഓക്കെ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യം പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വോട്ട്
നേടിയത് ഇപ്പോൾ കോർപ്പറേഷൻ അതിർത്തിയിൽ ഇപ്പോഴും LDF തന്നെയാണ്. ഓ ശരിയാണ്. അതുകൊണ്ടാണ് മേയർ LDFൻ്റെ ഇക്കുറി. എന്താണ് സർക്കാർ നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? നിങ്ങൾ തോൽവി ഇനിയും പറയുന്നുണ്ട്, കാരണം ഇനിയും പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ. ശതമാനക്കണക്കിലും LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, 12ഓളം സീറ്റുകളിൽ 60 വോട്ടിനാണ്, 60-ൽ താഴെ വോട്ടിനാണ് LDF പരാജയപ്പെടുന്നത്. അപ്പോൾ 60 വോട്ടിൽ പരാജയപ്പെടുത്താൽ അതൊരു ജയമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എങ്ങനെയാണ് ആ 60 വോട്ട് പോയത്? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, ബാക്കിയും കൂടി കേട്ടു. അതിൻ്റെ ഒരു കാരണം പറയുന്നുണ്ട്. 60 വോട്ട് പോയത് കോൺഗ്രസിൻ്റെ തലക്ക് വെക്കുന്നുണ്ട്. നമുക്ക് അത് കേട്ടുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കാം. ഓക്കെ. അതിൽ BJP ജയിച്ച 26 വാർഡുകളിൽ UDFന് 1000-ൽ താഴെ വോട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. അത് സാധാരണക്ക് അങ്ങനെ വരേണ്ടതല്ല. 26 വാർഡുകളിൽ UDFൻ്റെ വോട്ട് 1000-ൽ താഴെ പോയി. ഇത് BJP ജയിച്ച സീറ്റുകൾ. ഇനി UDF ജയിച്ച 11 സീറ്റുകളുണ്ട്. ആ 11 സീറ്റുകളിൽ BJPക്ക് 1000-ൽ താഴെയാണ് വോട്ട്. അപ്പോൾ എന്തോ ഒരു നീക്കുപോക്കുകൾ. നിങ്ങൾക്ക് നാണമുണ്ടോ സർക്കാരെ? തോൽവി സമ്മതിക്കണേ. പറയുകയാണ് BJPയും കോൺഗ്രസും ടച്ചപ്പായിട്ടാണ് അവിടെ ജയിച്ചത് എന്ന്. ആരെങ്കിലും വിശ്വസിക്കുന്ന കള്ളം നിങ്ങൾ പറയണ്ടേ? അതായത് ഒരിക്കലും ഞാനൊരു കാര്യം പറയുകയാണ്, നല്ലവരായ കോൺഗ്രസ്സുകാരില്ലേ ഒരിക്കലും BJPയുമായിട്ട് ഒരിക്കലും ടൈപ്പ് ചെയ്യൂല. എന്താണ് വിശ്വസിക്കുന്ന കളവ് പറയണം പിണറായി വിജയൻ. ഓക്കെ, തോറ്റാൽ തോൽവി സമ്മതിക്കണം, അല്ലാതെ കോൺഗ്രസിൻ്റെ തലക്കല്ലേ വേണ്ടത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്താണ് കാണാൻ സാധിക്കുക. ഒരു പരസ്പര സഹകരണ മുന്നണിയായി BJPയും UDFും പ്രത്യേകിച്ച് കോൺഗ്രസും മാറി എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. നേരത്തെയും അത്തരം ചില കാര്യങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്നു വന്ന പരാതികളാണ്. അപ്പോൾ BJPയുടെ രാഷ്ട്രീയത്തെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് LDF തന്നെയാണ്. അതുകൊണ്ടാണ് LDF അവിടെ വിജയിച്ചത്. ഒരു കാര്യം പറയുകയാണ്, അത് LDFൻ്റെ കോട്ടയാണ് തിരുവനന്തപുരം. ആ LDFൻ്റെ കോട്ടയിലാണ് BJP ജയിച്ചത്. അതിനിപ്പോൾ പറയുകയാണ് കോൺഗ്രസ് ടൈ അപ്പ്. ഞാനൊരു കാര്യം പറയുകയാണ്, എങ്ങനെയാണ് ടൈ അപ്പ് ആവുന്നത്? ജനങ്ങളിൽ വോട്ടിടുന്നത് ഒരു 100, 200, 300 വോട്ട് നമുക്ക് ഐഡൻറ്റി കാർഡൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും മറിക്കാൻ പറ്റും. ബാക്കി വോട്ടൊക്കെ ജനങ്ങൾ സ്വന്തം ഇഷ്ടത്തിനല്ലേ ഇടുന്നത്. ടൈ അപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ CPM LDFൻ്റെ വോട്ടാണ് പോയത് BJPക്ക്. എങ്ങനെയാണ് പോയത്? പിണറായി വിജയൻ്റെ വൃത്തികെട്ട ഭരണം കാരണം. പിന്നെ BJPക്ക് വോട്ട് കുത്തിയവർ ഞാനൊന്നും പറയുന്നില്ല, അവരുടെ മണ്ടയിൽ ചാണകമായിരിക്കും ചിലപ്പോൾ. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് അവർക്കറിയാൻ പറ്റുമോ? ഇപ്പോൾ ചൈനയും ഇന്ത്യയും, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ ബാക്കി വിഷയത്തിലേക്ക് കടക്കുകയാണ്. ചൈനയും ഇന്ത്യയും സെയിം ആയിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത്. ഇപ്പോൾ ചൈന എത്ര ഉയരത്തിലാണ്, ഇന്ത്യ എത്ര താഴത്തിലാണ്. ഇന്ത്യയിൽ എന്താണ് മോദി ചെയ്യുന്നത്? ഞാനൊരു കാര്യം പറയുകയാണ്, നമ്മുടെ നാട്ടിൽ അമ്പലം വേണം, പള്ളി വേണം, ചർച്ച് വേണം, ഇത് മൂന്നും വേണം. ആവശ്യത്തിന് കൂടുതൽ വേണോ? അതിനായിട്ട് തന്നെ പൈസ ചിലവാക്കണോ? മോദി ഇവിടെ ഹിന്ദു മുസൽമാൻ അല്ലാതെ, ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മുടെ നാട് വികസിക്കണ്ടേ? നമ്മുടെ നാട് വലുതാവണ്ടേ? ഇന്നലെ നോക്കൂ, ഞാൻ ചെറുതാക്കുന്നതല്ല, ഞാൻ ഉള്ളത് പറയുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ഇന്നലെ ക്രിസ്മസ് ആഘോഷിച്ചു. എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഞാൻ തന്നെ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് പള്ളി ആക്രമിക്കുന്നു, ക്രിസ്മസിൻ്റെ പിഞ്ചോവിന് കുട്ടികൾ ആക്രമിക്കുന്നു. എൻ്റെ വീഡിയോ തന്നെ നിങ്ങൾ നോക്കൂ, തെളിവടക്കമുണ്ട്. ആക്രമിക്കുന്ന ദൃശ്യം സ്ക്രീനിൽ വെച്ചാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്, അല്ലാതെ വെറുതെ അല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് BJPക്ക് നിങ്ങൾ വോട്ടിടാതിരിക്കും. എൻ്റെ തല പോയാലും പ്രശ്നമില്ല, ഞാൻ പറയുക തന്നെ ചെയ്യും. ആയുസുള്ളത്ര കാലം പറയും. BJP നിങ്ങൾ ആർക്ക് വേണം, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, നിങ്ങൾ കോൺഗ്രസിന് വോട്ടിടും. ഞാൻ പറഞ്ഞു CPMനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വതന്ത്രനോ ആർക്ക് വേണമെങ്കിലും വോട്ടിടും. BJPക്ക് വോട്ടിട്ടാൽ നമ്മുടെ കുട്ടികളുടെ ലൈഫാണ് ഇല്ലാതാവുന്നത്. എന്തിനാണ് നിങ്ങൾ ഇടുന്നത് BJPക്ക് വോട്ട്? ഇടണ്ടെന്ന് അവർ പഠിക്കണം. അവർ തോറ്റ് പണ്ടാരടങ്ങിയപ്പോൾ വർഗീയത പറയുന്നത് അവർ ഇല്ലാതാക്കണം. രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാൻ അവർ എപ്പോൾ പഠിക്കുന്നു അപ്പോൾ നമ്മൾ അവർക്ക് വോട്ടിടണം. ഓക്കെ, രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കട്ടെ. ഹിന്ദു മുസൽമാന് ക്രിസ്ത്യൻ മതസ്ഥർ മറ്റേ ക്രിസ്മസ് ആഘോഷിക്കും, എമ്മാർക്ക് എന്താണ് കുരുപൊട്ടുന്നത്?
അതിനെ ന്യായീകരിക്കാൻ കൃഷ്ണകുമാറിനോട് എനിക്ക് നല്ല കാര്യമാണ്. കാരണം സുരേന്ദ്രൻ പോലും ന്യായീകരിച്ചിട്ടില്ല അവർ ചെയ്ത തെമ്മാടിയെ. കൃഷ്ണകുമാർ മാത്രമാണ് അവർ ചെയ്ത തെമ്മാടിയെ പ്രോത്സാഹിപ്പിച്ചത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. വെള്ളാപ്പള്ളി കാറിൽ കയറി എന്ന് പറയുന്നത് എന്തോ ഒരു മഹാ അപരാധം നടന്നൊരു മട്ടിൽ ചിലർ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി, ഞാനൊരു കാര്യം പറയുകയാണ് പിണറായി വിജയ, ഇവിടെ ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്നത് വലിയ കഷ്ടത്തിലാണ്. ആരാണ് വെള്ളാപ്പള്ളി? വർഗീയതയുടെ വിഷം തുപ്പുന്ന ചങ്ങായിനെയാണ് നീ കാറിൽ കയറ്റിയത്. അതിനിപ്പോൾ നിങ്ങൾ ന്യായീകരിക്കുന്നോ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ അറിയാലോ. അവിടെ പമ്പയിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ പോയപ്പോൾ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പരിപാടി സ്ഥലത്തേക്ക് കുറച്ചകലം പോകാനുണ്ട്. അങ്ങോട്ട് അപ്പോഴാണ് വെള്ളാപ്പള്ളി എന്നെ കാണാൻ വരുന്നത്. കണ്ട് സംസാരിച്ച് പരിപാടിക്ക് പോകാൻ വേണ്ടി ഞാനും ഇറങ്ങുന്നു, അദ്ദേഹം ഇറങ്ങുന്നു. അപ്പോൾ പരിപാടിയിലേക്ക് പോകാൻ ഞാൻ കാറ് കയറുമ്പോൾ അദ്ദേഹവും എന്നോടൊപ്പം കാറിൽ കയറി എന്നുള്ളതാണ് വസ്തുത. ആ ദൂരത്തേക്ക് അദ്ദേഹം നടന്നു പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ ആ കാറിൽ കയറട്ടെ എന്ന നിലപാട് ഞാനും സ്വീകരിച്ചിട്ടുണ്ടാവും. കാറിൽ കയറ്റിയതല്ല എൻ്റെ പൊന്നു സഖാവേ ഇവിടെ പ്രശ്നമുള്ളത്. നിങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഒരു സദസ്സിൽ പോയി, ഞാൻ കുറേ തപ്പി, ആ വീഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടില്ല. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, പക്ഷെ അത് എവിടെ ഉണ്ടെന്ന് എനിക്കെന്നെ തിരഞ്ഞു കിട്ടുന്നില്ല. അതായത് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയോടൊപ്പം ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുകയാണ്. അത് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ വെക്കാം. എന്നോട് ആരെങ്കിലും ഇതിനെ പ്രശ്നമാക്കുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ കൊണ്ടുവരാം. ആ ഒരു പിണറായി വിജയൻ വർഗീയത പറയുന്നത് വെള്ളാപ്പള്ളിയുടെ കൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും അല്ല, ഞാനൊരു കാര്യം പറയുകയാണ്, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കും ജീവിക്കാനുള്ള അധികാരം നമ്മൾ കൊടുക്കണം. ഇന്ത്യ രാജ്യമല്ല, ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും റിണിയൊക്കെ എന്താണ് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അവളെ മത്സരിപ്പിക്കണം അത്രേ. ഞാൻ ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും ഉറപ്പായിട്ടും. ജനങ്ങൾക്ക് എന്നോട് താല്പര്യം ഉണ്ടാവും എനിക്കറിയാം. അതായത് റിണി പറയുന്നത് എന്നെ എങ്ങനെയെങ്കിലും മത്സരിപ്പിക്കണമെന്നാണ്. കോൺഗ്രസിലും കേട്ടു, മറ്റേ LDFിലും കേട്ടു, BJPയിലും കേട്ടു എന്നാണ് നമുക്ക് വിവരം കിട്ടുന്നത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് LDF നിർത്താൻ ചില സാധ്യതയുണ്ട് പാലക്കാട് കോൺഗ്രസ് ആര് നിർത്തും എന്ന് പറയുമ്പോൾ കുറേ പേര് ഷാഫി പറമ്പിലിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഷാഫി പറമ്പിലിനെ നിർത്തുമെന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നില്ല. കാരണം ഷാഫി കേന്ദ്രത്തിൽ അവർ അങ്ങനത്തെ ഒരു നേതാവാണ്. ഷാഫി പറമ്പിലിനെ വിജയിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അദ്ദേഹമാവണം, VD സതീശനാവണം, അങ്ങനെയൊക്കെ പറഞ്ഞത് വലിയ വിവാദമാകും കോൺഗ്രസിൽക്കിടയിൽ. അപ്പോൾ ഷാഫിയെ ഒരിക്കലും കൊണ്ടുവരില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. വലിയൊരു സർപ്രൈസ് ആയിട്ടുള്ള ആളായിരിക്കും ഈ പറയുന്ന ഇവിടെ നിൽക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. ആരായിരിക്കും നിങ്ങളുടെ ഒരു ലിസ്റ്റിൽ ആരായിരിക്കും കോൺഗ്രസിനെ നിർത്തുന്നത്? നല്ല നേതാക്കളാണ്. ഇപ്പോൾ അത്ര ഷാഫി പറഞ്ഞു, ഷാഫി വന്നാൽ ഉറപ്പായിട്ടും ജയിക്കും. നോക്കട്ടെ, നമുക്ക് നമ്മുടെ രാഹുൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ അവിടെ ജയിക്കും, അത് ഉറപ്പാണ്. അത് കുറേ വൈകി. ഞാനൊരു പടം കണ്ടിട്ടാണ് വന്നത്, ദിലീപിൻ്റെ മറ്റേ ബബ്ബ എന്നാണ് കണ്ടത്. ഓക്കെ, നല്ല അടിപൊളി പടമാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് തീയാണ്, ലാലേട്ടനും ദിലീപും കൂടിയൊക്കെ. അപ്പം ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ, പോയി കാണൂ, ഒരു ടെൻഷൻ അടിക്കണ്ട. 150 രൂപ ഒരിക്കലും പോകില്ല, അടിപൊളി പടമാണ്. അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ ഒരു അടുത്ത വീഡിയോ വരാം. ഓക്കെ.